റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് വേൾഡ് സ്റ്റെഫസ്റ്റ് കോമ്പറ്റീഷൻസിൽ തേർഡ് പ്ലേസിൽ നിൽക്കുന്ന കോമ്പറ്റീഷൻ. നീ ഈ ക്വാളിസും കൊണ്ട് ആ എയർബസിനെയും ഓവർടേക്ക് ചെയ്ത അതിന്റെ ചാമ്പ്യനാണ്. പക്ഷേ ഡോക്ടർ ഫഹദ് എന്നുള്ള ഒരു ആയുർവേദ ഡോക്ടർ വൺ ആൻഡ് ഓൺലി മല്ലു ഫ്രം വിന്നിംഗ് ദ ചാലഞ്ച്. കലാരോഗ്യക്ക് അങ്ങനെ ഒരു വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ളത് ഒരു 80 വർഷമായിട്ട് അതേ ലെഗസി തന്നെ അത് ഫോളോ ചെയ്യുന്നു. ആയുർവേദം എന്നുള്ളതിന്റെ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് കൂടുതലും നമ്മുടെ നാട്ടിൽ പോലും ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് ഫോറിനേഴ്സിനാണ് കൂടുതൽ നമ്മുടെ നാടിന്റെ വില. പണ്ട് 60 വയസ്സിലെ ആൾക്കാർക്ക് വന്നിരുന്ന പ്രശ്നം ഇന്ന് 40 വയസ്സിൽ വരുന്നുണ്ട്. എന്റെ എല്ലാം കംപ്ലീറ്റ് ഡിസ്ക് ഡീജനറേറ്റീവ്. ടൈം ഡ്യൂറേഷൻ മാത്രമായിരിക്കും ആൾക്കാർ നോക്കുക. ഹൗ ദേ ഗോ ടു സ്ലീപ്പ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഒട്ടുമിക്ക കുട്ടികളും അനീമിക്കാണ്. ചിലപ്പോൾ കുറെ തടിയൊക്കെ ഉണ്ടാവും, പക്ഷെ അനീമിക്കാണ്. ഐസ്ക്രീം വരെ പ്രീബയോട്ടിക്. ടാബ് നോക്കി ഇരുന്നാലും എന്താ കുട്ടി കഴിക്കുന്നില്ല എന്നുള്ളൊരു ടാബോ നോക്കി വെച്ചാലേ കുട്ടി കഴിക്കുള്ളൂ എന്നുള്ള പോലെയാണ്. പാമ്പിന്റെ വിഷത്തിന് വരെ കൊടുക്കുന്ന സാധനമാണ്. നമ്മുടെ റോഡുകൾ തന്നെ കുറെയൊക്കെ ട്രാക്ക് മോഡ് തന്നെയാണല്ലോ. ഹോട്ടൽ ഓടിച്ചാൽ തന്നെ പരിക്കാവും. ഞാൻ ഡെയിലി രാവിലെ 2-3 അശുഗന്ധ കടിക്കും. ഇൻസ്റ്റന്റ് അടുത്ത് നിർത്തി പോയിക്കൂടെ തന്നേന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ട്രാക്കിൽ കാണാടാന്ന് പറഞ്ഞു. അണുതൈലം ഒഴിച്ച് ശീലം, അണുതൈലം വായിരിക്കും ടേസ്റ്റ്. എനിക്കെന്നെ ഭയങ്കര മടിയായിരുന്നു.